അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു വെക്കേഷനുമായിട്ട് നാട്ടിലെത്തിയാണ്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഈദ് വെക്കേഷനെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നി നാട്ടിലേക്ക് പോകണമെന്ന്. അങ്ങനെ പെട്ടെന്ന് എല്ലാം തകൃതിയായി ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ എയർപോർട്ടിൽ പോയി ലോഞ്ചിൽ കയറി ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല എന്താ പറയണ്ടേ ലീ ക്ലബ്ബിൽ നിന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തിയിട്ടോ നമുക്ക് അടുത്ത് തന്നെ ഒരു ഉത്സവവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. നാട്ടിലെത്തി തന്നെ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. മീൻസ് ആരോടും ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ തന്നെ ഒന്നും പറഞ്ഞില്ല. ഒരു പെട്ടെന്നെടുത്തുള്ള തീരുമാനം. അങ്ങനെ കമ്പനീൻ്റെ അപ്രൂവൽ വാങ്ങിച്ചു, ടിക്കറ്റ് എടുത്തു, നേരെ കയറി നാട്ടിലെത്തി. അങ്ങനെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്രാവശ്യം കൂടാൻ പറ്റി. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് ലീവ് കിട്ടാറില്ലായിരുന്നു. നമ്മുടെ സീസണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതോടു കൂടിയിട്ട് കുറച്ച് എമർജൻസി വെക്കേഷൻ ചോദിച്ചപ്പോൾ കിട്ടി. അങ്ങനെ പെട്ടെന്നുള്ള വരവായിരുന്നു. നല്ല തേൻ വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്. തേൻ വരിക്ക, അത് പഴുത്ത ചക്ക. ഓഹ്, എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാം. അമ്പോ ഇത് മധുരാവനോ. തേൻ വരിക്ക ചക്ക.